മനസ്സജനും കുട്ടിമണിയും അടുത്തിടപഴകുന്ന കാഴ്ച മതികലയ്ക്ക് സഹിക്കാനാവുന്നില്ല. അവള് നിന്റെ ചിതയിൽ ചാടി ചത്തോളൂടാ. കുട്ടിമണിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന മതികലയെ സീത തടയാൻ ശ്രമിക്കുന്നു. തലയ്ക്കടിയേറ്റ് അബോധാവസ്ഥയിലായ സീതയെ ഉപേക്ഷിക്കുന്ന ദൗത്യം മനസ്സജനെ ഏൽപ്പിക്കുന്നു. എല്ലാം അറിയുന്ന കുട്ടിമണിയെ വയറു നിറയെ ഭക്ഷണം കൊടുത്ത് വശത്താക്കാൻ മനസ്സജൻ ശ്രമിക്കുന്നു. ആരോടൊന്നും പറയാതിരുന്നല്ലേ ഇനി ഒത്തിരി വാങ്ങിച്ചു തരും. കാണാതായ സീതയെ ബാലൻ തിരയുന്നുവെങ്കിലും ഒരിടത്തും കണ്ടെത്താനാകുന്നില്ല. കൊല്ലം മുമ്പ് ആദ്യത്തെ കല്യാണം തകർന്നതോടെ അതിന്റെ ചിരി മാഞ്ഞതാണ്. സീതയെടുത്ത് ഇവിടെ വന്നു, കടയിലേക്കാണെന്നും പറഞ്ഞു പോയി. പിന്നെ എനിക്കൊന്നും അറിയത്തില്ല ബാലേട്ടാ. മനസ്സജൻ തന്ത്രപരമായി ഒഴിഞ്ഞു മാറുന്നതോടെ ബാലന് പോലീസിൽ വിവരമറിയിക്കേണ്ടതായി വരുന്നു. സീതയുടെ തിരോധാനം അന്വേഷിച്ചെത്തുന്ന പോലീസ് സീത എഴുതിയ കത്ത് കണ്ടെത്തുന്നു. ബാലനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. സീത മുൻപ് വിവാഹം കഴിച്ചതാണെന്ന കാര്യം തനിക്കറിയാമായിരുന്നുവെന്ന് ബാലനോട് ശാരദയ്ക്ക് സമ്മതിക്കേണ്ടി വരുന്നു. അറിയാമായിരുന്നു. തന്നെ പരിഹസിച്ച ബാലനോട് പ്രതികാരം ചെയ്യുന്ന ജലജ. ഇതിന് നീ അനുഭവിക്കും, നോക്കിക്കോ. ലോക്കപ്പിൽ വെച്ച് പോലീസിന്റെ ഒത്താശയോടെ സഞ്ജയൻ ബാലനെ ഉപദ്രവിക്കുന്നു. തുടർന്ന് കാണുക. സാറേ, എന്താടോ പരാതി വല്ലതാണോ? പരാതിയല്ല, ഇവിടെ കൊണ്ടുവന്ന ഒരാളെ കാണാൻ വന്നതാ. എന്താടോ രാവിലെ ഒരു കോള്? സാറേ, ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന ഒരാളെ കാണാൻ വന്നതാ. ഇവിടെ കിടക്കുന്ന ആളെയോ? ഓ, ഇവിടെ കിടക്കുന്ന ആളെ കാണാൻ വരാ. ഇതെന്താ ജില്ലാ ആശുപത്രിയുടെ ജനറൽ വാർഡോ? എന്താണ് വകുപ്പ്? പോക്കറ്റടി, പിടിച്ചുപറി, കത്തിക്കുത്ത്, പന്നിമലത്തൽ, പീഡനം. അയ്യോ, അതൊന്നുമല്ല സാറേ. ഓ, അപ്പോ അതിലും കൂടിയനാണോ? സാറേ, എന്റെ മോളുടെ ഭർത്താവ് ഇവിടെയുണ്ട്. ബാലനെന്നാ പേര്. അപ്പോ നിങ്ങളുടെ മോളെയാണോ കാണാതായത്? എന്താണ് ആ കൊച്ചിന്റെ പേര്? സീത. ഓ, സീത. ഞാൻ അമ്മാവനാ. ഇതമ്മ. ഞങ്ങൾക്ക് ബാലനെ ഒന്ന് കാണണം സാറേ. നിങ്ങളിപ്പോ ഈ ബാലനെ കാണുന്നത് എന്തിനാ? സ്റ്റേഷനകത്ത് വെച്ചൊരു സീനുണ്ടാക്കണം. ഞങ്ങൾക്ക് ബാലനെ ഒന്ന് കണ്ടാ മതി സാറേ. ബാലൻ ഒരു തെറ്റും ചെയ്തെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ബാലൻ പാവാ. ഓഹോ, അപ്പോ നിങ്ങൾക്ക് ബാലനെ സംശയമില്ല? ഇല്ല. എല്ലാവരും ഇങ്ങനെ പാവായ ഞങ്ങൾ ഈ കാക്കി ഊരിയിട്ട് കാവി ഇടേണ്ടി വരുമല്ലോ പെങ്ങളെ. സാറേ, സാറേ, ഡോ വിളിച്ചോണ്ട് കാണിക്കും. എന്താ ചോദിക്കാനും പറയാനുള്ളതെന്ന് വെച്ചാൽ 1-2 മിനിറ്റ് കൊണ്ട് തീർത്തോണം. ചെല്ല്. ശരി സാറേ. ഇറങ്ങി വാ, നിന്നെ കാണാൻ രണ്ടുപേരും വന്നിട്ടുണ്ട്. ആരാ സാറേ? നിന്റെ ഭാര്യയുടെ അമ്മയും അമ്മാവനുമാ. വാ വാടാ, എഴുന്നേറ്റ് വാ. എനിക്കൊന്നും അറിയത്തില്ലമ്മ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലമ്മ. സീതയ്ക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ബാലൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാ പെങ്ങൾ പറയുന്നത്. എന്നാലും ഞാനൊന്ന് ചോദിച്ചു പോവുക. അറിഞ്ഞോ അറിയാതെയോ നിനക്ക് വല്ല കൈപ്പഴിയും പറ്റിയിട്ടുണ്ടോ കൊച്ചനെ? ചോദ്യം ചെയ്യലൊന്നും വേണ്ട, അതിനിവിടെ വേറെ ആളുണ്ട് കേട്ടോ. അല്ല സാറേ, ഞാൻ ചോദിക്കുകയായിരുന്നു. ചോദിക്കണ്ടെന്നേ, അതിനാ സർക്കാർ ശമ്പളം തന്ന് ഞങ്ങളിവിടെ നിർത്തിയിരിക്കുന്നത്. മനസ്സിലായോ? ക്ഷേമം വല്ലതും തിരക്കാനുണ്ടെങ്കിൽ തിരക്കിയിട്ട് സ്ഥലം വിട്ടേക്കണം. പിന്നെ CI അയ്യപ്പൻകുട്ടി സാർ വന്നാലേ തന്നെ കൂടെ പിടിച്ചകത്തോടും. പിന്നെ താൻ ഇടി കിട്ടുമെന്ന് പേടിക്കണ്ട. തന്നെ ഇടിക്കണമെങ്കിലേ ഉന്നം പിടിക്കണമല്ലോ സാറേ. എന്താടോ ദേ പറയാനുള്ളത് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയിക്കണം. എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ അമ്മ?
അതെ അമ്മാമ്മേ. മോനെ, സീതമോൾക്ക് 5 വയസ്സുള്ളപ്പോ എന്റെ ഭർത്താവ് മരിച്ചതാ. അന്നു മുതൽ ഇങ്ങോട്ട് ഞാൻ ജീവിച്ചത് എന്റെ മോൾക്ക് വേണ്ടിയാ. അറിഞ്ഞോണ്ട് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോനെ. 4 വർഷം മുമ്പ് അവളുടെ ഒരു കല്യാണം നടന്നത് സത്യമാ. കല്യാണ പന്തലിൽ നിന്നുള്ള യാത്രക്കിടയില് കാറിൽ വെച്ച് ഭർത്താവ് മരിച്ചു. കല്യാണം കഴിഞ്ഞ് 1-2 മണിക്കൂറിനുള്ളില് വിധവയാകേണ്ടി വന്നവളാ എന്റെ മോള്. ഈ കഥ ബാലന്റെ അമ്മയോട് ഞാൻ പറഞ്ഞതാ. പക്ഷെ ഗതികേട് കൊണ്ട് ബാലനിൽ നിന്ന് ഞങ്ങളത് മറച്ചു വെച്ചു. സ്വന്തം മകൾക്കൊരു ഭർത്താവുണ്ടായി, ഒരു കുടുംബമുണ്ടായി, കുട്ടികളുണ്ടായി. അവള് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിച്ച ഒരമ്മയുടെ അതിമോഹമായിട്ട് എന്റെ പൊന്നുമോനിതിനെ കാണാവൂ. ഈ ഭാഗ്യദോഷിയായ അമ്മയോട് നീ പൊറുക്കുമോനെ. മാപ്പ്, മാപ്പ്. ഒരുപാട് തവണ അവള് പറഞ്ഞതാ, കല്യാണത്തിന് മുൻപ് തന്നെ മോനോട് ഇതെല്ലാം തുറന്നു പറയണമെന്ന്. ഞങ്ങളാ വിലക്കിയത്. പ്രാണൻ ബന്ധു നേറിയ എന്റെ പൊന്നുമോള് ഓരോ നിമിഷവും എന്റെ കൂടെ ജീവിച്ചത്. മോനെ, നമുക്കൊരാളെ വിധിക്കാനും ശിക്ഷിക്കാനും എളുപ്പമാ. പക്ഷെ അതിനു മുൻപ് അവരുടെ ഗതികേട് കൂടി കാണാനുള്ള മനസ്സുണ്ടാകണം മോനെ. സീതയെ കൊല്ലാനുള്ള അവകാശം ഈ ലോകത്ത് മോന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം മോൻ ഓർക്കണം, ഏതൊരു വാശിയേക്കാളും വൈരാഗ്യത്തെക്കാളും വിലയും വലിപ്പവുമുള്ളത് പെറ്റമ്മയുടെ ഒരു തുള്ളി കണ്ണീരിനാ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നിന്ന് സീനുണ്ടാക്കരുതെന്ന്. പോട്ടെ മോനെ, പോ, വിളിച്ചോണ്ട് പോടോ. നീ എന്താ ആലോചിക്കുന്നേ? പിടിച്ചകത്തിറവനെ വാ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഈ ജലജ ആരാണെന്ന്? എന്റെ മുഖത്ത് നോക്കി സംസാരിച്ച ആ ബാലൻ ഇപ്പൊ എവിടെയാ? പോലീസ് ലോക്കപ്പില്. എന്റെ ജലജെ, അതിന് നീ ഇത്ര സന്തോഷിക്കുന്ന എന്തിനാ? ഞാൻ സന്തോഷിക്കും. എന്റെ മുഖത്ത് നോക്കി തറുതല പറഞ്ഞവൻ ആ ബാലൻ. അവൻ എന്ത് സംഭവിച്ചാലും ഞാനും മോളും സന്തോഷിക്കും. നീ ഒരു മാനസിക രോഗിയാ, മറ്റുള്ളവരുടെ വേദന കണ്ട് സന്തോഷിക്കുന്ന മാനസിക രോഗി. അതെന്തെങ്കിലും ആവട്ടെ, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. ഇനി സ്റ്റേഷനിൽ കയറേണ്ടത് അവളാ, ആ കുട്ടിമണി. നീ എന്തൊക്കെയായി പറയുന്നത്? മലയാളം എന്താ കേട്ടിട്ട് മനസ്സിലായില്ലേ? എനിക്കും എന്റെ മോൾക്കും തലവേദനയാ. ആ പൊട്ടി അവൾ പോലീസ് സ്റ്റേഷനിൽ കയറി മുട്ടുകാലിൽ നിൽക്കും. നോക്കിക്കോ, ഇന്ന് ബാലൻ, നാളെ കുട്ടിമണി. എന്തായാലും എല്ലാവർക്കും ഒരു നല്ല മറുപടി ജലജ വഴി ഉണ്ടാവും.
തിരിച്ചു വന്നോ? അമ്മേ, വല്യേട്ടൻ എപ്പോ വരും അമ്മേ? അതോ പോലീസുകാർ തള്ളി കൊന്നോ? എന്റെ പൊന്നുമോൾ അങ്ങനൊന്നും പറയല്ലേ. പക്ഷേങ്കി ഉണ്ടല്ലോ, പിന്നെ ഉണ്ടല്ലോ അന്നേ കോച്ചച്ചിയുടെ പോലീസ് മാമ വന്നപ്പോ പറഞ്ഞല്ലോ, ബെൽറ്റ് വെച്ച് അടിച്ചും പിന്നെ നഖത്തില് മുട്ടുശൂതി കൂത്തി കേറ്റുന്നൊക്കെ. ഓ, പെണ്ണിന് എന്തെങ്കിലും നല്ലതൊന്നും പറയാനില്ലേ? ബാലന്റെ കാര്യം എങ്ങനെയാ ശാരദേ? എങ്ങനെയെങ്കിലും അവനെ പുറത്തിറക്കണ്ടായോ? എനിക്കൊന്നും അറിയത്തില്ല നാത്തൂനെ. എന്റെ കുഞ്ഞിപ്പ എവിടെ ആയിരിക്കും? അവൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോ? അവനെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടാവോ? ഓർത്തിട്ട് എന്റെ ചങ്ക് പൊടിയ നാത്തൂനെ. നമുക്ക് നാളെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയാലോ ശാരദേ? രവിയോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ രണ്ട് പെണ്ണുങ്ങള് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ബാലനെ അവർ വിടുവോ? ഞാനങ്ങും വരുന്നില്ല. അഞ്ചു പേരെയാ നമുക്ക് മെമ്പറേയും കൂട്ടി ഒന്ന് പോവാല്ലേ നാത്തൂനെ? മനസ്സിജൻ വന്ന അവനെയും കൂടെ കൊണ്ടുപോകും. മനുഷ്യനെ പോലീസ് വിളിച്ചു. 5 പേരെയാ. ഓ, കെട്ടിയോന്റെ കാര്യം പറഞ്ഞപ്പോ പെണ്ണിന്റെ ഒരു കുത്തല് കണ്ടില്ലയോ? നീ പോയി കിടന്ന് ഉറങ്ങും പെണ്ണെ. പാമ്പ് കിട്ടുന്നു. എന്നാലും സീതയുടെ കല്യാണം നേരത്തെ ഒന്ന് കഴിഞ്ഞതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനേക്കാൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ഇത് നീ ബാലനോട് എന്നോടും ഒന്നും പറയാതിരുന്നതാ. കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ ഭർത്താവ് മരിച്ചതല്ലേ നാത്തൂനെ? പിന്നെ പറഞ്ഞ അതൊരു ബഹളമാക്കണ്ടെന്ന് കരുതി. എന്നിട്ട് ഇപ്പൊ അത് ബഹളമായില്ലല്ലോ അല്ലേ? നിന്റെ മോന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് കുറച്ച് കണ്ണീരല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ നിന്റെ കയ്യില്? ഒന്നും അറിയാത്ത ചെറുക്കനൊടുവിൽ പോലീസിന്റെ കയ്യിലുമായി. അവരെ തല്ലിക്കൊല്ലരുതേന്ന് പ്രാർത്ഥിക്കുക, അല്ലാതെ ഞാൻ എന്ത് പറയാനാ? മനുഷ്യൻ വേണമെങ്കിൽ കട്ടിലിൽ കിടന്നോ, ഞാൻ താഴെ കിടന്നോളാം. ഓ വേണ്ട കുട്ടു, കുട്ടു തന്നെ കട്ടിലിൽ കിടന്നോ. ശരി ശരി. അച്ഛയുടെ മണം. അച്ഛയുടെ മണോ? അതേ, എന്റെ അച്ഛയുടെ മണമാ. എന്റെ അച്ഛൻ വരുമ്പോഴൊക്കെ ഈ മണമാ. എന്റെ കുട്ടു കിടന്നുറങ്ങാൻ നോക്ക്, രാത്രിയായി. അപ്പൊ ഇന്നലെ പറഞ്ഞ മുയലിന്റെ കാട്ടയോ? മുയലിനെ കുറുക്കൻ പിടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? എന്റെ കുട്ടു, മുയലിനെ പിടിച്ചതിന്റെ പേരിൽ കുറുക്കനെ പോലീസ് പിടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്താ? അല്ല, ഇനി കാട്ടിലെ കുറുക്കന്റെ കല്യാണത്തിന് ഇനിയിപ്പോ എന്താ ചെയ്യും? 10 ദിവസത്തേക്ക് ജാമ്യം കിട്ടും. എന്റെ പൊന്നു കുട്ടി കിടന്നുറങ്ങ്. പിന്നെ ഞാൻ ബാധിച്ചിട്ട് കിടക്കാം. ഉറക്കമേ പെട്ടെന്ന് വായോ, എന്റെ അച്ഛൻ എന്നെ കാത്തോണേ. അച്ഛേ ശരണയ്യപ്പ. കുട്ടു ഒന്ന് കിടക്കു കുട്ടു, രാത്രിയായി. മനുഷ്യൻ കിടക്കാം. ഞാൻ കിടക്കാം. കിടക്ക് കുട്ടു, കിടക്ക്. മനുഷ്യൻ കിടക്ക്. കുട്ടു കിടക്ക്. ഇനി മനുഷ്യൻ കിടക്ക്. ശരി. അച്ഛയുടെ കുട്ടിമണി.
കുട്ടമണി ആ? മോളിങ്ങി വന്നേ. ആ, ഞാൻ വരാവേ. അതെ, വെളിയിൽ നിൽക്കാതെ അതോട്ട് വാ, അതോട്ട് വാ. വാ വാ, കയറി വാ. അച്ഛേ, പിന്നുണ്ടല്ലോ അച്ഛേ, ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര കുഴപ്പമാണ് അച്ഛേ. വല്യത്തിനാണല്ലോ, വല്യത്തിനെ പോലീസ് കൊണ്ടുപോയി. ആ, അമ്മയാണെങ്കിൽ കരച്ചിലോടെ കരച്ചിലോ. ആ, പിന്നുണ്ടല്ലോ പോലീസുകാരനുണ്ടല്ലോ അച്ഛൻ പോയിട്ട് നല്ല ഇടി കൊടുക്കണേ. പോലീസുകാരൻ നമ്മുടെ വല്യേട്ടനെ ഒത്തിരി അങ്ങ് തല്ലിന്ന്. കുട്ടിമണിക്കുണ്ടല്ലോ ഒത്തിരി സങ്കടവും വന്നു. എന്നെ പേടിപ്പിച്ചു, വെച്ചു. എനിക്കാണെങ്കിൽ ഇപ്പൊ ആരും ഒരു ഉടുപ്പും മാറ്റി തരത്തില്ല അച്ഛ. ഞാനുണ്ടോണ്ട് പഴയ ഉടുപ്പ് വൈപ്പനിടുന്ന. ഞാൻ അച്ഛയോട് സംസാരിക്കാം മനുഷ്യ. ഇപ്പൊ വരെ അവിടെ മനുഷ്യൻ വിളിച്ചു വാ. ഞാൻ പോട്ടെ അച്ഛൻ. ഈ മനുഷ്യനെ വിളിച്ചെങ്ങണ്ട നേരം. ഞാൻ പിന്നെ വരാവേ. ടാറ്റാ ടാറ്റാ. അമ്മയുടെ മുഖം എന്താ ഒരുമാതിരി ഇഞ്ചി കടിച്ച മാതിരി? ഇവിടുന്ന് ആരെങ്കിലും ചത്തോ? രാവിലെ തെളിഞ്ഞ മുഖത്തോടെ ഭക്ഷണം വിളമ്പി തരേണ്ടതല്ലേ? എന്റെ ഒരു കുഞ്ഞെ ഒരു തുള്ളി വെള്ളമെങ്കിലും കുടിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ എനിക്ക് അങ്ങനെ സന്തോഷിച്ചു നിൽക്കാൻ പറ്റൂടാ മോനെ? ബാലേട്ടനെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്നതല്ലോ. ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് വിളിപ്പിക്കും. ഒരു ദിവസം ചിലപ്പോൾ അകത്തിടും. അതൊക്കെ പതിവാ. അമ്മയ്ക്ക് ഇത്തരം പതിവുകളെ പറ്റി ഒന്നും അറിയത്തില്ല മോനെ. തന്നെയല്ല, നിങ്ങളുടെ അത്രയും വിവരമൊന്നും എനിക്കില്ല. വിവരമില്ലാത്തൊരു വിവരമുള്ളവർ പറയുന്നത് കേൾക്കണം. ആ, സിജൻ കഴിക്കുന്നില്ലേ? വേണ്ട രവിയേട്ടാ, എനിക്ക് അത്ര വിശപ്പൊന്നുമില്ല. അതെന്താ? ഇന്നലെ രാത്രി കിടക്കാൻ നേരം അമ്മിക്കലെടുത്ത് വിഴുങ്ങിയോ? ഓ, സിജനും ദുഃഖാചരണത്തിലാണോ? രവിയേട്ടാ, ബാലേട്ടനെ ജാമ്യത്തിൽ ഇറക്കണ്ടേ? ഇറക്കണം. ബാലേട്ടന്റെ അമ്മായി അമ്മാവനൊക്കെ പോവായിരിക്കും അല്ലേ? അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും മോനെ? അവര് പാവങ്ങളല്ലേ? അല്ല, അവരുടെ മട്ടും ഭാവം അങ്ങനെയൊന്നും അല്ലല്ലോ. ഞാൻ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞ് ചോറിനാതെ ഇറങ്ങിപ്പോയി കലാപം ഉണ്ടാക്കാൻ നോക്കിയവരല്ലേ? അത് നീ അവരെ അപമാനിച്ചിട്ടല്ലേ രവി? അമ്മേ, കഴിഞ്ഞ കാര്യങ്ങൾക്ക് വിട്. ഇപ്പൊ ബാലേട്ടനാ നമ്മുടെ മുമ്പിലെ വിഷയം. ആരുമില്ലാത്തവൻ പോലെ ബാലേട്ടനെ അങ്ങനെ ലോക്കപ്പ് കിടത്താൻ പറ്റുമോ? രവിയേട്ടാ, രവിയേട്ടനും കൂടെ ഒന്ന് വാ. നമുക്ക് പോയി ബാലേട്ടനെ ജാമ്യത്തിലിറക്കാം. ഏതെങ്കിലും വക്കീലിനെ പോയി കണ്ടാ പോരെ? പറഞ്ഞപ്പോ തീർന്നു. എന്തൊരു എളുപ്പം. സിജൻ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നേ? ഒന്നാമത് എനിക്ക് സമയം വേണ്ടേ? പണ്ടത്തെ പോലെ അല്ല സിജ. ഞാനിപ്പോ ഭയങ്കര ബിസിയാ. നിലം തൊടാതെ പറക്കുക. ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല. എത്ര ഉയരത്തി പറഞ്ഞാലും സമ്മാനം വാങ്ങിക്കാൻ താഴെ ഇറങ്ങണ്ടേ രവിയേട്ടാ? സിജൻ എന്താ ഒരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? ബാലേട്ടന്റെ സൂക്കേട് സിജനെ പിടിച്ചോ? ഒരുമാതിരി മുള്ളും മുനയും വെച്ചുള്ള സംസാരം. അയ്യോ രവിയേട്ടാ, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതൊരു വലിയ സംഭവം ഒന്നും ആക്കി എടുക്കണ്ട. സമയത്തിന്റെ കാര്യം മാത്രമാണോ സിജ? ഒരു വക്കീലിനെ ചുമ്മാ കണ്ടാ മതിയോ? ഫീസ് കൊടുക്കണ്ടേ? കുറഞ്ഞതൊരു 10,2,500 രൂപയെങ്കിലും കൊടുക്കണം. എന്റെ കയ്യില് ആകെ ഒരു 3,000 രൂപ ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഇന്നലെ ഒരു ഷൂസും വാങ്ങിച്ചു. ഒരു ചെരുപ്പിന്റെ വില പോലും ഇല്ലേ രവിയേട്ടാ സ്വന്തം ഏട്ടന്? ഞാൻ എന്റെ ചെരുപ്പിന്റെ വില പറഞ്ഞതേ ഉള്ളേ. കാശുള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചത് വലിയ അബദ്ധമായെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. എല്ലാവരുടെയും ധാരണ എന്റെ കയ്യിൽ പൂത്ത കാശ് ഇങ്ങനെ അട്ടിയടിക്ക് വെച്ചിരിക്കുവാന്നാ. ആ, അംബാനിക്കറിയാം അംബാനിയുടെ അവസ്ഥ.
ആ എന്തായാലും ഇന്ന് എനിക്ക് സമയമില്ല. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഉണ്ടോ? എല്ലാവരുടെയും ധാരണ എന്റെ കയ്യിൽ പൂത്ത കാശിങ്ങനെ അട്ടിയടിക്ക് വെച്ചിരിക്കുവാന്നാ. ആ അംബാനിക്കറിയാം അംബാനിയുടെ അവസ്ഥ. ആ എന്തായാലും ഇന്ന് എനിക്ക് സമയമില്ല. നാളെ നമുക്ക് നോക്കാം. എന്ത് ചെയ്യും മക്കളെ നമ്മള്? അമ്മേ, അമ്മ വിഷമിക്കാതെ. ബാലേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. എനിക്കറിയാവുന്നൊരു വക്കീലുണ്ട്. ഇടയ്ക്കൊക്കെ എൻ്റെ വണ്ടി ഓട്ടം വിളിക്കാറുള്ളതാണ്. ഞാനൊന്ന് പോയി കാണാം. അമ്മേ, അമ്മ വിഷമിക്കാതിരിക്കേ. എങ്ങനെയും ബാലേട്ടനെ ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും. പോരെ, വക്കീലിനൊന്ന് വിളിച്ചു നോക്കട്ടെ അമ്മേ. എന്റെ പരുത്തിക്കാവിലമ്മേ. ആ CA അവിടെ ഉണ്ടായിരുന്നാ മതിയായിരുന്നു. സാറേ, എങ്ങനെയെങ്കിലും ബാലേട്ടനെ ജാമ്യത്തിൽ ഇറക്കണേ. താൻ ധൈര്യമായിട്ടിരിക്കടോ, ഞാനല്ലേ കൂടെ ഉള്ളത്. വാ. എടി, നിന്നോടൊരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാതിരാത്രി ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ എൻ്റെ ഫോൺ എടുത്ത് വെച്ച് നോക്കരുത്. എൻ്റെ മുത്തേ, എനിക്ക് അറിഞ്ഞൂടാ ആരാ കട്ട് ചെയ്തു. കഷ്ടകാലം പിടിച്ച ഇങ്ങനെ ഇരിക്കും. പാസ്വേഡ് ഇല്ലാതെ ഫോൺ അൺലോക്ക്. എക്സ്ക്യൂസ് മീ. യെസ്, ഞാൻ ജോർജ് ഓശി, അഡ്വക്കേറ്റ്. ആ, കോട്ട് കണ്ടപ്പോൾ മനസ്സിലായിരിക്കണം സർ. ഈ പാസ്വേഡ് ഇല്ലാതെ ഫോൺ ഇനിയിപ്പോൾ അൺലോക്ക് ചെയ്യാൻ പറ്റുമോ? അതല്ലേ പിന്നെ എൻ്റെ പാസ്വേഡ് ഇനിയിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചോണോ? അതെ, ഞാൻ ബാലൻ എന്ന് പറഞ്ഞ ആളെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുപോകാൻ വന്നതാ. തന്നു വിട്ടാലല്ലേ കീലിന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കൊണ്ടുപോകാനാണല്ലോ ഞാൻ ഈ കുപ്പായിട്ടോണ്ട് ഇങ്ങോട്ട് വന്നത്. എന്ന്? ഹലോ, ഇനി വന്നേ, ഇങ്ങോട്ട് വേടോ. ആരാടാ നീ? എന്റെ കൂടെ വന്നതാ സാറേ. കൂടെ വന്നാണെന്ന് വെച്ചാൽ അങ്ങോട്ട് കയറി പോകാൻ പറ്റുമോ? പറയടാ, ആരാ നീ? ഞാൻ മനസ്സിജൻ. പേര് പറഞ്ഞ ഉടനെ മനസ്സിലാവാൻ ഇന്ത്യൻ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയോ മോഹൻലാലോ മറ്റോ ആണോ? എടാ, നിന്നോട് ഞാനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നീ നിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്നോട് പറയണം. നീ എന്തിനാണ് വന്നത്? നീ ആരെ കാണാനാണ് വന്നത്? നിന്റെ എല്ലാ വേറെ ബുട്സും. ഞാൻ ആ നിൽക്കുന്ന ബാലേട്ടൻ്റെ അനിയത്തിയുടെ ഭർത്താവാണ്. ഓ, അനിയത്തിയുടെ ഭർത്താവ്. അതായത് മറ്റേ കിളിപോയ കൊച്ചിന്റെ എന്തോന്നാ അതിന്റെ പേര്? കുട്ടിമണി. ഓ, കുട്ടിമണി. കുട്ടിമണി കുട്ടിമണി അപ്പൊ കുട്ടിമണിയപ്പൻ എന്ത് ചെയ്യുന്നു? ഡ്രൈവറാണ് സാറേ. സാറേ, ഡ്രൈവറാ? എന്റെ പൊന്നു വക്കീലെ, ഒന്ന് ക്ഷമിക്കേ. കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഒന്നും മനസ്സിലാക്കാമല്ലോ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഉണ്ടോ? മോക്ഷം തേടി അലയുന്ന ആത്മാക്കൾക്ക് പോലും ശാന്തി നിഷേധിക്കപ്പെടുന്നു.